അമിത ജോലിഭാരം കൊണ്ടും അമിതമായ സമ്മർദ്ദം കൊണ്ടും മാനസികമായ സ്ട്രെസ് കൊണ്ടുമൊക്കെ ധാരാളം ചെറുപ്പക്കാരുടെ ജീവിതം പലതരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അമിത ജോലിഭാരം എല്ലാവരെയും സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതായിക്കൊള്ളണമെന്നില്ല. അത്തരം അമിതഭാരം താങ്ങാനുള്ള കഴിവില്ലെങ്കിൽ അവിടെ നിന്ന് വിട്ട് മറ്റൊരു രംഗത്തേക്ക് പോകാനൊക്കെ ഉള്ളൊരു ധൈര്യമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. മാതാപിതാക്കൾ ആ കാര്യത്തിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അമിത ജോലിഭാരം കൊണ്ട് ശരീരത്തിന് വലിയ ദോഷങ്ങളുണ്ടാകുന്നു, ഹാർട്ടിന് വലിയ അസുഖങ്ങളുണ്ടാകുന്നു, പലതരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം തകർക്കപ്പെടുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിച്ച് പുറത്തു വരാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനികളിലെ ജോലിഭാരത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുന്നൊരു സമയമാണ്. നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ഇത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമാകാറുണ്ട്. ഇവിടെ ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഇൻ്റർനാഷണൽ കമ്പനികൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിംഗ് കമ്പനികൾ, അവരൊക്കെ പ്രവർത്തിക്കുന്നത് തന്നെ ഒരു കരാർ അടിസ്ഥാനത്തിലാണ്. അവർ എടുക്കുന്ന കരാറുകൾ കൃത്യസമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അവർ ആ സമയം പാലിക്കാനും അല്ലെങ്കിൽ അവർ ആ ബിസിനസ് കംപ്ലീറ്റ് ചെയ്യാനുമൊക്കെയുള്ള പ്രഷർ അവരുടെ എംപ്ലോയീസിൻ്റെ മേൽ അതിശക്തമായിട്ട് ചുമത്തും. അതിൻ്റെ പേരിലാണ് അവർ വലിയ വലിയ സാലറികളൊക്കെ കൊടുക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ വലിയ സാലറി മാത്രമാണ്. അല്ല, എന്താണ് ഇത്തരം കമ്പനികളിൽ ഇരിക്കുന്നത്? ഇത്തരം കമ്പനികളിൽ ഇതിൽ കൂടുതലായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് തന്നെ ഈ വലിയ സാലറിയൊക്കെ വാങ്ങിക്കാനും പിന്നെ അത്തരം വലിയ വലിയ ബ്രാൻഡുകളിലൊക്കെ ജോലി ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വാൻറ്റേജുകൾ, വിവാഹ മാർക്കറ്റിലും മറ്റ് തുടർന്നുള്ള കരിയർ രംഗത്തുമൊക്കെ അവർക്ക് കിട്ടാവുന്ന ഒരു പെരുമ, ഇതൊക്കെയാണ് നമ്മളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം കമ്പനികളിലൊക്കെ അതിഭയങ്കരമായിട്ടുള്ള പ്രഷറൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പ്രഷറൊക്കെ നമുക്കുണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന മാനേജർമാർ അവർ ഈ പ്രഷറിലൂടെയൊക്കെ കടന്നു പോയവരാണ്. മാത്രമല്ല, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു ഡിജിറ്റ് മാത്രമാണ്. കാരണം ഒരു എംപ്ലോയി, അത് ആ മനുഷ്യനാണോ മെഷീനാണോ എന്ന് പോലും യാതൊരു വികാരവുമില്ലാത്ത പ്രസ്ഥാനങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോകാം, അത്രയേ ഉള്ളൂ. ഇത്തരം സ്ഥാപനങ്ങൾക്ക് 2-3 വർഷത്തിൽ കൂടുതലൊന്നും ആരും അങ്ങനെ ജോലി ചെയ്യാറുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും വലിയ മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനമൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവത്തിൽ തന്നെ അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ആൾ ഭയങ്കര അഗ്രസീവാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ആരാണ് ഒരു അഗ്രസീവ് മാനേജർ? പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ വളരെ അഗ്രസീവായിരിക്കും. പ്രത്യേകിച്ച് ഒരു മാനേജീരിയൽ സ്കില്ലോ ലീഡർഷിപ്പ് ക്വാളിറ്റിയോ സൊല്യൂഷൻസോ ഇല്ലാത്തവർ അവരെപ്പോഴും അവരുടെ സബോർഡിനേറ്റ്സിനെ പ്രഷർ ചെയ്തിട്ടായിരിക്കും പലപ്പോഴും റിസൾട്ട് ഉണ്ടാക്കുക. അപ്പോൾ അവരുടെ മേളിലിരിക്കുന്നവർ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ഇവരൊക്കെ വരുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ഏതാണ്? അതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കമ്പനികൾ പല രാജ്യത്തും വളരെ വലിയ ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളായിരിക്കുമ്പോൾ അതേ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ അതിൻ്റെ നിലവാരം വളരെ മോശപ്പെട്ടതാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈ മാൻ പവർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ ഒന്ന് എടുത്തു നോക്കാം. മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇതിലൊക്കെ വന്നപ്പെടുന്നത്. സോ കോൾഡ് മിടുക്കർ ഇവരാരാണ്? ഇവർ ചെറിയ പ്രായം മുതൽ തന്നെ അമിതമായി ട്യൂഷനും മറ്റുമൊക്കെ കൊടുത്ത് രൂപപ്പെടുത്തിയെടുക്കുന്ന മിടുക്കന്മാരാണ്. ഇവരത് കഴിഞ്ഞിട്ട് കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ പോയി ആ കോച്ചിങ് സെൻറ്ററിലെല്ലാം ഇരുന്ന് അങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ മാർക്കാണ്, ഗ്രേഡാണ്, ഡിഗ്രികളാണെന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ മനുഷ്യർ. ഇവർക്ക് സാമൂഹിക ബോധമോ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും തന്നെ അധികമൊന്നും ഉണ്ടാവില്ല. ലൈഫ് സ്കിൽസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒരു പണത്തിനപ്പുറത്തേക്കുള്ള കാഴ്ചപ്പാടുകളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്ന മാൻ പവർ തന്നെ, അതിൻ്റെ റോ മെറ്റീരിയൽ തന്നെ ഒരുമാതിരി ഉണക്കിയെടുത്ത തല്ലിപ്പഴിപ്പിച്ചെടുത്ത റോ മെറ്റീരിയലാണ്. ഇതിനെല്ലാവരും അല്ല, ഇതിനകത്ത് കുറച്ച് പേര് വ്യത്യാസം കാണും. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവനവൻ്റെ ഇപ്പോൾ എല്ലാവർക്കും ഇത് പ്രഷറൊന്നും ആവത്തില്ല. ചിലർ
കാരണം ഇത്തരം സ്ഥാപനങ്ങളൊക്കെ 5 ഡേ വീക്കുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ചില മിടുക്കരായിട്ടുള്ളവർ ബാക്കി 2 ദിവസം, ആഴ്ചയിലെ ബാക്കി 2 ദിവസം വളരെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനും അവർ വ്യായാമം ചെയ്യാനും വിനോദത്തിൽ ഏർപ്പെടാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ ചുറ്റിക്കറങ്ങാനും ഒക്കെ ശ്രമിക്കുക. അവർ ഡീസ്ട്രെസ് ചെയ്യുകയും തിരിച്ച് വീണ്ടും തിങ്കളാഴ്ച വളരെ ശക്തിയോടുകൂടി പിന്നെ ആരോഗ്യത്തോടു കൂടി തിരിച്ച് സ്ഥാപനത്തിലേക്ക് വരികയും ചെയ്യും. അവർ ആനുവൽ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോൾ ലോകത്തൊക്കെ കറങ്ങാനൊക്കെ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ടിപ്പിക്കൽ മലയാളിയെ സംബന്ധിച്ച് ഈ വീക്കെൻഡ് കിട്ടിയാലും അന്നേരവും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അടുത്ത പരീക്ഷ പാസ്സാകാൻ വേണ്ടി വീണ്ടും പഠനം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും കുത്തിയിരുന്നിട്ട് ഇതിൻ്റെ ബാക്കി ജോലികൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ അറിയില്ല, എൻ്റർടൈൻ ചെയ്യാൻ അറിയില്ല, ഡീസ്ട്രെസ് ചെയ്യാൻ അറിയില്ല, വിനോദങ്ങളില്ല, നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ല, യാത്രകളില്ല. ഇതൊക്കെ നമ്മളെ കൂടുതൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കാനാണ് സാധ്യത. അപ്പം നമുക്ക് പറ്റാത്തൊരു സ്ഥാപനമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അത് നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കുന്നതല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ വിട്ടുപോരുക, അല്ലെ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന് ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ അതിനൊരു റീഡ്രസൽ ഫോറോ എന്തായാലും സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവും. അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനോ കംപ്ലയിൻറ്റ് ചെയ്യാനോ ഒക്കെ നമ്മൾ പരിശ്രമിക്കണം. ഇനി അത് നടക്കുന്നില്ലെന്ന് കണ്ടാൽ കളഞ്ഞേക്കണം. കാരണം നമുക്ക് ഈ ജോലിയേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ് നമ്മുടെ ജീവിതം. അപ്പം മാത്രമല്ല, ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നലുണ്ടെങ്കിൽ എന്തിനാണ് അടിമയെപ്പോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തൂങ്ങിക്കിടക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ലോകം മുഴുവൻ ഇന്ന് നമുക്ക് തൊഴിൽ വിപണിയാണ്. നമുക്കിവിടെ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ജോലികളൊക്കെ കിട്ടും. ചിലപ്പോൾ അതിന് കുറച്ച് താമസങ്ങളൊക്കെ എടുക്കും. എൻ്റെയും വീട്ടിൽ പിന്നെ ഉദ്യോഗം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനെയൊന്നും ആശ്രയിച്ച് ഇതിനെയൊന്നും കെട്ടിത്തൂങ്ങിയൊന്നും നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. 30ാമത്തെ വയസ്സിൽ വളരെ നല്ല ഒരു ജോലി വലിച്ചെറിഞ്ഞിട്ട് സ്വന്തമായി സ്ഥാപനം ആരംഭിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊന്നും പേടിക്കാനൊന്നുമില്ല. ആരെയും നമ്മൾ പേടിച്ച് ജീവിച്ചിട്ടും കാര്യമില്ല. കാരണം ഈ ജീവിതം ഇല്ലാതായി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മളൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ വലിയ കരിയറൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, ഒരു കുറച്ച് മീഡിയം ലെവലിലോ താഴോട്ടോ ഒക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് ജീവിതമാണ് ഏറ്റവും പ്രധാനം, ഹാപ്പിനെസ്സാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഏറ്റവും പ്രധാനമായൊരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് അവർ ഭയങ്കര മിടുക്കരായിട്ടൊക്കെ പഠിച്ചു വന്നാലും ചിലപ്പോൾ ശരീരത്തിലെ ഹോർമോണലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടോ ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ചിലപ്പോൾ രോഗാവസ്ഥകളുണ്ടാകും. അത്തരം ഫീലിങ്ങുകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം. അപ്പോൾ നമ്മൾ അത്തരം മെഡിക്കൽ ചെക്കപ്പുകൾ നമ്മൾ എടുക്കാറുണ്ടോ റെഗുലറായിട്ട്? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒരു ഡോക്ടറെ കാണാറുണ്ടോ? ഇനി മാനസികമായി വലിയ പിരിമുറുക്കം സംഭവിക്കുമ്പോൾ നമ്മളൊരു കൗൺസിലറിനെയോ ഒരു തെറാപ്പിസ്റ്റിനെയോ പോയി കാണാറുണ്ടോ? ഒരു ഡോക്ടറെ പോയി കാണാറുണ്ടോ? അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെ ഒന്ന് പ്രേരിപ്പിക്കാറുണ്ടോ? ഇതെല്ലാം നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം നമുക്ക് ഒരുപാട് പണം, ഒരുപാട് സാലറിയൊക്കെ കിട്ടുന്ന ജോലിയിൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഹെൽപ്പ് എടുക്കാൻ സാധിക്കാത്തത്? അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തിനോടോ അല്ലെ മുതിർന്ന ഒരാളിനോടോ ഇതൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കാത്തത്? ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് മൈക്രോ മാനേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അറിവുള്ള ആൾക്കാരോടോ ഇതിനെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് അവരോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുന്ന വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ്, നമുക്ക് പറ്റത്തില്ലെന്ന് കണ്ടാൽ അത് വിട്ടിട്ട് പോവുക. കരിയർ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ആയതുകൊണ്ടോ ഡോക്ടർ ആയതുകൊണ്ടോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതുകൊണ്ടോ ഈ ഒരു വഴിയിലൂടെ തന്നെ പോകണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ദർ ആർ മെനി ഓപ്ഷൻസ് ആൻഡ് മെനി ഡിസൈൻസ്. നമുക്ക് ഈ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാം, ഓഡിറ്റിംഗ് ഫേംസിലൊക്കെ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് പല രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാം, പല സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഇതുപോലുള്ള കമ്പനികളിൽ മാത്രം ജോലി ചെയ്താലും നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും എന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കുറേ കൂടെ ധൈര്യം കാണിക്കുക ഏറ്റവും പ്രധാനം. ഇനി ഇതിൻ്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരെയൊക്കെ വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകരായാലും മാതാപിതാക്കളായാലും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം അവരുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഒരു ആഡ്വേഴ്സിറ്റി കോഷ്യൻറ്റും ഒക്കെ ഇവരിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നാളെ നമ്മൾ ഒരു 15 വയസ്സിലൊരു കുട്ടിയെ വളർത്തുമ്പോൾ തന്നെ ഒരു 25 വയസ്സിൽ അവരെങ്ങനെ ആയിരിക്കണമെന്ന് ഉള്ള ഒരു ധാരണയോടുകൂടി അവരെ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു 25 വയസ്സിൽ അവരെത്തുമ്പോൾ അവർ നേരിടാൻ പോകുന്നത് വെറും പേപ്പർ പരീക്ഷകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പല ചലഞ്ചസും അവർക്കുണ്ടാവും. വലിയ ടഫ് ടാർഗറ്റുകൾ അവരുടെ മുമ്പിൽ വരാം, വലിയ ചലഞ്ചസ് ഉണ്ടാകും, വലിയ
പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരാം, പല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാം. അപ്പോൾ അത്തരം സമയത്തൊക്കെ അവർ വിൽറ്റ് ചെയ്ത് പോകാതെ അതിനെയൊക്കെ ഫേസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു നോ പറയേണ്ടിടത്ത് ഒരു നോ പറയാനോ, ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടിടത്ത് പോയിരുന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള ധൈര്യം എടുക്കാനോ ഒക്കെ കഴിയുന്ന കുട്ടികളായിട്ട് അവരെ ഇന്നേ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് കഴിഞ്ഞ തലമുറയിലൊക്കെയുള്ള ആൾക്കാരിലുണ്ടായിരുന്നൊരു ഗുണം. അവർക്ക് ക്വാളിഫിക്കേഷൻസൊക്കെ കുറവായിരുന്നെങ്കിലും അവരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ ഇരുത്തം വന്ന മനുഷ്യരായിരുന്നു. ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ക്വാളിഫിക്കേഷൻസൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ളൊരു കോമ്പീറ്റൻസി പല ആൾക്കാരിലും. ഇപ്പോൾ നമ്മൾ കണ്ടാണ് ഒരു ഡോക്ടർ ഒരു അപകടത്തിൽ ഒരു കാറിടിച്ച് ഒരു സ്ത്രീയെ താഴെയിട്ട് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമായിട്ട് കണ്ടത് ആ സ്ത്രീയുടെ മേളിൽ കൂടെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതൊക്കെ എത്ര ദുരന്തമാണ്. ആ വിദ്യാഭ്യാസമൊക്കെ എത്ര വില കുറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എപ്പോഴും ഉണ്ടാകും. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള പ്രാപ്തിയും കരുത്തൂടെ നമ്മൾ നേരത്തെ തന്നെ ഒരുക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ തന്നെ അവരുടെ പ്ലെയിനിൽ ഒരു പാരച്യൂട്ട് കൂടെ റെഡിയാക്കി വെച്ച് വേണം അവരെ വിടാൻ. കാരണം അവർക്ക് നാളെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പാരച്യൂട്ട് എന്ന് പറയുന്ന ലൈഫ് സ്കിൽസാണ്, നല്ല മനോഭാവമാണ്, ധൈര്യമാണ്, നല്ല ആശയങ്ങളാണ്, ചിന്താശക്തിയാണ്. അതൊക്കെ ഇപ്പോഴേ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറണം. കുറേ പരീക്ഷകൾ ജയിപ്പിച്ചെടുക്കുന്ന പ്രതിഭകളെ അല്ല ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. എന്തിനേയും നേരിടാൻ കരുത്തുള്ള ഒരു സമഗ്രമായ രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.